ഇന്ന് നമ്മൾ റെസ്റ്റോറൻറ്റിലും ഫാസ്റ്റ് ഫുഡ് ഷോപ്പിലും കിട്ടുന്നത് പോലെയുള്ള ഫ്രൈഡ് ചിക്കനാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പി ലെയറിലും ഉൾഭാഗം നല്ല സോഫ്റ്റുമായിട്ട് തന്നെ ഉണ്ടാക്കാം. കടയിൽ സാധാരണ ഫ്രോസൺ ചിക്കൻ കൊണ്ടാണല്ലോ ഇത് ഉണ്ടാക്കുന്നത്. ഇന്ന് നമുക്ക് ഫ്രോസൺ ചിക്കൻ കൊണ്ട് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നതാണ് കാണിക്കുന്നത്. സ്കിന്നോട് കൂടിയ 1 കിലോ 300 ഗ്രാമുള്ള ചിക്കനാണിത്. ഇതിൻ്റെ സ്കിന്നൊന്നും ഇളകിപ്പോകാതെ തന്നെ ആദ്യം നമുക്കിതൊരു 11 പീസാക്കി കട്ട് ചെയ്തെടുക്കാം. ഇനി കുറച്ച് വെള്ളത്തിലേക്ക് 1/2 കപ്പ് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുത്ത് ചിക്കൻ പീസുകളെല്ലാം ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കണം. 10 മിനിറ്റ് ആയാൽ പിന്നെ ചിക്കൻ ആദ്യം നല്ലോണം കഴുകിയെടുത്ത് വെള്ളം ഊറ്റാൻ വേണ്ടി ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബട്ടർ മിൽക്കാണ് ഉണ്ടാക്കേണ്ടത്. 1 കപ്പ് പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്ത് നല്ലോണം മിക്സാക്കിയെടുത്ത് ഇതൊരു 20 മിനിറ്റെങ്കിലും മാറ്റി വയ്ക്കണം. പാല് മിക്സാക്കി വെച്ചിട്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. 2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മാത്രം ബേക്കിംഗ് സോഡ കൂടെ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ചിക്കൻ പീസുകളെല്ലാം ബട്ടർ മിൽക്കിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കാം. നല്ലോണം മുങ്ങിക്കിടക്കണം. ഇത് ഏകദേശം ഒരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വേണം ഉണ്ടാക്കാൻ. 4 മണിക്കൂറിന് ശേഷം ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെച്ചതിന് ശേഷമാണ് ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കുന്നത്. ഇനി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം. അതിനുവേണ്ടി 1/2 കപ്പ് മൈദയാണ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 2 മുട്ട കൂടെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. വലിയ മുട്ടയാണെങ്കിൽ 1 മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 ടീസ്പൂൺ ഉപ്പുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം കുഴച്ചെടുക്കാൻ. നമ്മൾ പഴംപൊരിക്കൊക്കെ ബാറ്റർ ഉണ്ടാക്കുന്നതിലും ഒന്നുകൂടി ലൂസാക്കി എടുത്താൽ മതി. ഇനി വേറൊരു ബൗളിലേക്ക് 2.5 കപ്പ് മൈദയും 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലോണം തന്നെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ മിക്സാക്കി എടുക്കാം. ഇനി ചിക്കൻ ഓരോ പീസ് എടുത്ത് ആദ്യം ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം തിരിച്ചും മറിച്ചും ഇട്ടെടുക്കും. ഇങ്ങനെ ബാറ്ററിൽ മുക്കിയെടുത്ത ചിക്കൻ മൈദ മിക്സിലേക്കും കൂടെ ഇട്ട് കൊടുത്ത് എല്ലാ ഭാഗത്തും നന്നായി കോട്ട് ചെയ്തെടുക്കണം. മൈദപ്പൊടി ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നല്ലോണം പിടിക്കുന്ന രീതിയിൽ കുറച്ച് സമയം എടുത്ത് തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് അമർത്തിക്കൊടുത്തും നല്ലോണം കോട്ട് ചെയ്തെടുക്കണം. ഇനി പുറത്തുള്ള അധികം മൈദ ഒന്ന് തട്ടിക്കളയാം. ആദ്യം നമുക്ക് 2 എണ്ണം മാത്രം റെഡിയാക്കി എടുക്കാം. ബാക്കി ഓരോന്നായി ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ തയ്യാറാക്കിയാൽ മതി. സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. കുറച്ചധികം തന്നെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലോണം ചൂടായ സമയത്ത് ചിക്കൻ ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇട്ട ഉടനെ ഇളക്കി കൊടുക്കരുത്. ഒന്ന് വെച്ചതിന് ശേഷം വേണം തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ. പിന്നെ നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് എല്ലാം കൂടി ഒന്നിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കരുത്. ചട്ടിയുടെ വലുപ്പത്തിനനുസരിച്ച് 2ഓ 3ഓ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുത്ത് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണം. ഫ്രോസൺ ചിക്കൻ ആണല്ലോ നമ്മൾ എടുക്കുന്നത്. അത് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ച് അതിൻ്റെ ഐസൊന്ന് മാറിയതിന് ശേഷം കട്ട് ചെയ്തെടുത്താൽ മതി. ശരിക്കും പറഞ്ഞാൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിലും രുചിയാണ്. ഉള്ളിൽ ചിക്കൻ എത്ര സോഫ്റ്റാണെന്ന് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാകുമല്ലോ.